ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും വരാറുള്ള കമൻറ്റാണ്, ചേച്ചി യൂട്യൂബിലും മറ്റും ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള നല്ല ക്ലാസ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണേ എന്നുള്ളത്. അപ്പോൾ ഞാനങ്ങനെ നോക്കിയിട്ട് നേരത്തെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കെമിസ്ട്രിയിലെ കോമളി മാം ഒക്കെ ബെസ്റ്റ് ആണെന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മൾ വേറെ ഏത് ക്ലാസ് എടുത്ത് വെച്ച് നോക്കിയാലും യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള കൂടുതൽ ക്ലാസ്സസും ഹിന്ദിയിലായിരിക്കും. നോർത്ത് ഇന്ത്യൻസിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നും നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഒന്നും ഹിന്ദി അത്ര ഇതല്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ കുറേ അന്വേഷിച്ചിട്ട് എനിക്കിങ്ങനെ ഒരു ആപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, സാത്തി എന്ന് പറയുന്ന ഒരു ആപ്പ്. ഞാൻ സൈഡിലായിട്ട് കൊടുത്തേക്കാം. പക്ഷേ അതിൻ്റെ പ്രശ്നം ഇത് തന്നെയാണ്, ക്ലാസ്സസ് ഹിന്ദിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എൻ്റെ അനിയത്തിയുടെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വാട്സപ്പിൽ ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടായിരുന്നു. സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടെല്ല ക്ലാസ്സസ് എന്നാണ് സംഭവത്തിൻ്റെ പേര്. സംഭവം കൊല്ലം അഞ്ചലിലുള്ളതാണ്. അപ്പം എൻ്റെ അനിയത്തിയുടെ ആ ഒരു കൊച്ചെന്ന് പറയുന്നത് അവിടെ 11th 12th ട്യൂഷന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിട്ടിട്ടുള്ള ആ ഒരു ബ്രോഷർ വേണേൽ ഞാൻ സൈഡിലായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്തിൽ ഇങ്ങനെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും അവരുടെ ആപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആപ്പിനകത്തിൽ ഫ്രീ എന്നുള്ളൊരു സംഭവം കണ്ടിട്ട് ഞാൻ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം ശരിയാണ്. എല്ലാ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോ ഉണ്ട്. ഫിസിക്സ് അതുൽ സാറിൻ്റെ ക്ലാസ് ഉണ്ട്, കെമിസ്ട്രി വൈശാഖ് സാറിൻ്റെ ക്ലാസ് ഉണ്ട്. ഞാൻ അങ്ങനെ ബയോ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ക്ലാസ്സസ് ഒക്കെ കണ്ടു നോക്കി. ശരിക്കും പറഞ്ഞാൽ നല്ല ക്ലാസ്സസ് ആണ് കേട്ടോ. നമുക്ക് ഒരാൾക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ക്ലാസ്സസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്പർ കൊടുത്തിട്ടാണ് ആപ്പ് ലോഗിൻ ചെയ്തത്. അപ്പം അറിയാമല്ലോ, അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചിട്ടുള്ളപ്പോൾ ഇവർ ചോദിക്കുമല്ലോ നമ്മളിപ്പോൾ എന്തുവാ ചെയ്യുന്നതെന്ന്. അപ്പം എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ പറയാനായിട്ടൊന്നുമില്ലല്ലോ. ഞാനിപ്പോൾ 3rd year MBBS സ്റ്റുഡൻ്റ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പറഞ്ഞു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ആണെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ എനിക്ക് അവർ ആ ഒരു സബ്സ്ക്രിപ്ഷൻ എനിക്ക് ഫ്രീ ആക്കി തന്നു. അതായത് 5000 റുപ്പീസാണ് കേട്ടോ ആ സബ്സ്ക്രിപ്ഷൻ. അതായത് 1 year സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 5000 ആണ്. ശരിക്കും അവർ ആ ഒരു സബ്സ്ക്രിപ്ഷൻ എനിക്ക് ഫ്രീ ആയിട്ട് തന്നു. അപ്പോൾ ഞാനിങ്ങനെ ക്ലാസ്സസ് ശരിക്കും പറഞ്ഞാൽ ഞാനത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാനിങ്ങനെ ജസ്റ്റ് ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ ഒരു പക്ഷേ ഇനിയിപ്പം ഞാൻ വഴി കുറച്ച് പേര് അറിയും എന്നുള്ളത് കൊണ്ടായിരിക്കാം അവർ എനിക്ക് അതിൻ്റെ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഫ്രീ ആക്കി തന്നു. ഞാൻ ശരിക്കും കണ്ടു നോക്കിയടാ, നല്ല ക്ലാസ്സസ് ആണ്. പിന്നെ അവരെന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും സംഭവം അടിപൊളിയാണ്. ഫിസിക്സിൻ്റെ ക്ലാസ് ഉണ്ട്, കെമിസ്ട്രിയുടെ ക്ലാസ് ഉണ്ട്, ബയോയുടെ ക്ലാസ് ഉണ്ട്. മാത്രമല്ല അവർക്ക് ഈ ക്ലാസ്സസ് എല്ലാം ആപ്പിൽ തന്നെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അവർക്ക് ആ ഓരോ ക്ലാസ്സസിൻ്റെ ഇപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണെങ്കിൽ ഞാൻ നോക്കിയപ്പം 5 ക്ലാസ്സസ് എന്തോ ആണ് കണ്ടത്, 4 ക്ലാസ്സസ് എന്തോ ആണ് കണ്ടത്. അപ്പോഴത്തേക്കും ഇപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓപ്പൺ ആക്കി നോക്കുവാണെങ്കിൽ അതിൻ്റെ താഴെ തന്നെ നോട്ട്സ് എന്നും DPP ക്വസ്റ്റ്യൻസ് എന്നും ഒക്കെ പറഞ്ഞിട്ട് ഓരോ ഐക്കണുണ്ട്. അന്നേരം നോട്ട്സിനകത്തിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് ആ ചാപ്റ്ററിലുള്ള എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ മറ്റേ ആസ്ക് എ ക്വസ്റ്റ്യൻ എന്നുള്ളതുണ്ടല്ലോ, അതിപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചോദിക്കാം. അവിടെ ചോദിക്കുമ്പോൾ അത് ഡയറക്റ്റായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ് ഏത് സാറാണോ എടുത്തത് ആ സാറിൻ്റെ വാട്സപ്പിലേക്കാണ്. അതായത് ഡയറക്റ്റ് മെസ്സേജ് അങ്ങോട്ടാണ് പോകുന്നത്. അവർ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഉത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരും. പിന്നെ ഞാൻ DPP ക്വസ്റ്റ്യൻസ് അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൻ്റെ 4 വീഡിയോ ആണ് അവർ ഉണ്ടായിരിക്കുന്നത്. ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്കകത്ത് പഠിപ്പിക്കുന്ന കണ്ടൻറ്റിൻ്റെ 45 ക്വസ്റ്റ്യൻസ് കാണും. 45 ക്വസ്റ്റ്യൻസ് 45 മിനിറ്റും കാര്യങ്ങളുമാണ് അതിനകത്തുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൻ്റെ ആ ഒരു പാർട്ട് 1 വീഡിയോ എടുത്ത് കാണുവാണെങ്കിൽ ആ പാർട്ട് 1-നകത്തുള്ള കണ്ടൻസ്, അതായത് ആ ഒരു എത്ര ടോപ്പിക് അവർ കവർ ചെയ്യുന്നുണ്ടോ അത്രയും ടോപ്പിക്കിൻ്റെ 45 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും ടൈമർ കൂടെ ചേർത്തിട്ടാണ്, 45 മിനിറ്റ്സ് ടൈമറും ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഇൻ കേസ് ആ ഒരു ക്വസ്റ്റ്യനകത്താണ് നമുക്ക് ഡൗട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അതും നമുക്ക് അപ്പുറത്ത് ഐക്കണിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ശരിക്കും എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ എനിക്ക് നിങ്ങളോടൊന്ന് പറയണം എന്ന് തോന്നി. പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് ചേച്ചി പ്രൊമോഷൻ ചെയ്താന്നൊന്നും പറയാനായിട്ട് നിൽക്കേണ്ട. ഞാൻ കണ്ടപ്പോൾ കൊള്ളാമെന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. ഇപ്പോൾ 5000 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ബാക്കി ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാലും അതൊരു വലിയൊരു എമൗണ്ട് ആയിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ അവിടെ. ഇൻ കേസ് ഇപ്പോൾ എന്തായാലും പറ്റുന്നവർ ആ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. കാരണം ട്രയലുണ്ട്. ഇപ്പോൾ ഞാനും അങ്ങനെയാണ് എടുത്തത്, ട്രയലുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക. എനിക്ക് എന്തായാലും സംഭവം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയും എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കാം. പിന്നെ ഇതിനകത്ത് ഫിസിക്സും കെമിസ്ട്രിയും ബയോയും ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എല്ലാത്തിൻ്റെയും അത്യാവശ്യം ട്രയൽ 3-4 ക്ലാസ് എന്തോ ട്രയൽ ഫ്രീ ആണ്. അപ്പോൾ ബാക്കി ക്ലാസ്സസേ ഉള്ളൂ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ. ഇൻ കേസ് നിങ്ങൾക്ക് എന്തായാലും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട്
നോക്കി നോക്കാമല്ലോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് നോക്കി നോക്കുക. പിന്നെ കെമിസ്ട്രി ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം ഇത് താല്പര്യമില്ലെങ്കിൽ കെമിസ്ട്രി കോമളി മാമിൻ്റെ ക്ലാസ്സസ് നല്ലതാണ്, ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സൈഡിലായിട്ട് കൊടുത്തേക്കാം. ബയോയ്ക്ക് പറ്റിയതും ഒരു ക്ലാസ് ഉണ്ട്, പക്ഷേ അത് ഹിന്ദിയാണടാ. എന്തായാലും ഞാനും അത് സൈഡിൽ കൊടുത്തേക്കാം. മനസ്സിലാവുന്നവരാണെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്ക്. പക്ഷേ കൂടുതലും പ്രശ്നം ഇതാണടാ, അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും, പക്ഷേ ഹിന്ദി ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നും പിക്കപ്പ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ എന്തായാലും എല്ലാ ക്ലാസ്സസും നിങ്ങളൊന്ന് നോക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിനകത്തിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ആപ്പിൻ്റെ ലിങ്ക് നോക്കാം, മറ്റേ ബ്രോഷർ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിലെ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചു അന്വേഷിച്ച് നോക്കുക. എന്തായാലും സംഭവം കൊല്ലത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളുമാണ്. ക്ലാസ്സസ് എല്ലാം ആപ്പിനകത്തിലാണ് വരുന്നത്. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പിനകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് പുറമെ ഇവർക്ക് മൈനർ ടെസ്റ്റ്, മേജർ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു 2 സംഭവങ്ങളുണ്ട്. ഈ മൈനർ ടെസ്റ്റിനകത്ത് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ സാറ്റർഡേ ആണ് എക്സാം വരുന്നത്. എല്ലാ സാറ്റർഡേയും അതായത് ആ ഒരു ദിവസം പഠിപ്പിച്ച ഫിസിക്സ്, കെമിസ്ട്രി, ബയോ ചാപ്റ്ററിൻ്റെ എക്സാം കാണും. അതെന്ന് പറയുന്നത് സാറ്റർഡേ നമുക്ക് വൈകിട്ടത്തേക്ക്, അതായത് ഉച്ചയ്ക്ക് ശേഷമാണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. പിന്നെ സൺഡേ വേറെ എക്സാം ഉണ്ട്. സൺഡേയിൽ ആ ഒരു എക്സാമാണ് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത്. ഇപ്പോൾ നമ്മൾ ഇപ്പം നിങ്ങൾ 3ാമത്തെ ആഴ്ചയിലെ സൺഡേയിൽ എക്സാമാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ആ 3 ആഴ്ചയിലും പഠിപ്പിച്ച ടോപ്പിക്സിൻ്റെ എക്സാം ആയിരിക്കും അത്. അതിനവർ മേജർ എക്സാം എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഓരോ ടോപ്പിക്കായിട്ട് എടുത്ത് നോക്കുമ്പോൾ, അതിപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ ഓരോ പാർട്ട് നോക്കുമ്പോൾ അതിൻ്റെ താഴെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് പുറമെ അവർക്ക് മൈനർ ടെസ്റ്റും ഉണ്ട്, മേജർ ടെസ്റ്റും ഉണ്ട്. മേജർ ടെസ്റ്റിൻ്റെ ഒരു പ്രയോജനം എന്ന് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം കഴിഞ്ഞ എക്സാമിൻ്റെ കാര്യങ്ങളും കൂടെ നമ്മൾ ഒന്നും കൂടെ ബ്രഷപ്പ് ചെയ്യുമല്ലേ. ചിലപ്പോൾ നമ്മൾ മനുഷ്യരാണ്. പിന്നെ എനിക്കൊരു ഇതായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അങ്ങോട്ട് ചെല്ലുന്തോറും ചിലപ്പോൾ ആദ്യത്തെ കുറേ കാര്യങ്ങളൊക്കെ വിട്ടുപോകും. പക്ഷെ എന്നാലും കുഴപ്പമില്ലടാ, നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് കിട്ടുമല്ലേ. നല്ല സംഭവം തന്നെയാണ്. ഒരു രീതിയിൽ നോക്കിയാൽ അതിനൊരു പ്രയോജനമുണ്ട്, വേറൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓർക്കത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്തായാലും സംഭവം എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. അപ്പോൾ ശരിയാടാ, ടാറ്റാ.